ഹലോ ഹലോ, കിളിക്കാൻപെട്ടിയിലേക്ക് സ്വാഗതം. ആ ഈ കുഞ്ഞു കുട്ടീന്റെ പേര് എന്താന്നൊന്ന് പറയോ? കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ എന്നാണോ സ്കൂളിൽ വിളിക്കുക? ദേവശ്രീ. ദേവശ്രീ ഐശ്വര്യമുള്ള പേരാണ്, നല്ല ശ്രീയുള്ള പേരാണ്. അപ്പൊ ഈ ശ്രീയുള്ള കുഞ്ഞുമോളുടെ വീട്ടിലെ പേരാണ് കുഞ്ഞാറ്റ അല്ലേ? ആഹാ. കുഞ്ഞാറ്റയുടെ വീട് എവിടെയാ? മുക്കിലപ്പീടിയന്റെ അടുത്താണ്. മുക്കിലിപ്പീടി എവിടെയാ? പൊക്കുന്ന്. പൊക്കുന്ന് മുക്കിലപ്പീടിയന്റെ അടുത്ത് വന്ന കുഞ്ഞാറ്റനെ കാണാൻ പറ്റുമോ? ആ കുറേ കുട്ടികൾ അവിടെ ഉണ്ടാവും. ഇത് കുഞ്ഞാറ്റയാണെന്ന് അറിയണമെങ്കിൽ എങ്ങനെയാ കുഞ്ഞാറ്റനെ കുറിച്ചൊന്ന് കുഞ്ഞാറ്റ പറയേ. വണ്ണുണ്ട്, മെലിഞ്ഞിട്ടാണ്. നല്ല കുട്ടി, വണ്ണമുണ്ട് മെലിഞ്ഞിട്ടുമാണ്. ഞാൻ ഇന്ന് തന്നെ വരാന്ന് വെച്ചാല് ഇന്ന് കുഞ്ഞാറ്റ ഇട്ട ഉടുപ്പിന്റെ നിറം എന്താ? എന്നിട്ടത് സ്കിൻ കളറാണ്. സ്കിൻ കളർ ഒരു ഉടുപ്പാണ് ഇന്ന് കുഞ്ഞാറ്റ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വന്ന കുഞ്ഞാറ്റനെ കണ്ടുപിടിക്കാം. നാളെ ചിലപ്പോൾ വേറെ കളർ ഇടുക അല്ലേ? ആ കുഞ്ഞാറ്റ സ്കൂളിൽ പോകുന്നുണ്ടോ? ആ സ്കൂളിൽ പോകുന്നുണ്ട്. ഏതാ സ്കൂള്? അച്യുതൻ ക്ലാസ്. 1ാം ക്ലാസ്സിലാണോ? അല്ല, 3ലാണ്. 3ലാണ് പഠിക്കണ. അപ്പൊ ഞാൻ വിചാരിച്ചു ശബ്ദം കേട്ടിട്ട് കുഞ്ഞാറ്റക്കുട്ടി 1ലാന്ന്. 3ല് ക്ലാസ് ടീച്ചറുടെ പേരെന്താ? പ്രഭിത. പ്രഭിത. ആ കുഞ്ഞാറ്റനെ ഇഷ്ടാണോ? ആ ക്ലാസ് എല്ലാരും ഇഷ്ടാണ്. നല്ല മിസ്സാ. മിസ്സുമാരായ അങ്ങനെ വേണം. മിസ്സിന് ദേഷ്യം വരുമോ? ആ വികൃതി കളിക്കുമ്പോഴൊക്കെ ദേഷ്യം വരും. അതിന് കുഞ്ഞാറ്റ വികൃതി കളിക്കൂലല്ലോ അല്ലേ? ആ ക്ലാസ്സിൽ ഞാൻ വികൃതി കളിക്കില്ല. പുറത്തിറങ്ങിയ നിമിഷം വികൃതി തുടങ്ങും അല്ലേ? വീട്ടിലെങ്ങനെയാ കുഞ്ഞാറ്റ? വീട്ടില് ഏട്ടനായിട്ട് നല്ല വീടു. ഏട്ടൻകുട്ടിയുടെ പേരെന്താ? ദേവനന്ദ്. ദേവനന്ദും ദേവശ്രീയും. ആരാണ് ഇത്ര നല്ല നല്ല പേരിട്ട? അച്ഛൻ്റെ അമ്മേന്റെ പേരൊന്ന് പറയോ? പപ്പേന്റെ പേര് ഷൈജു എന്നാണ്, അമ്മേന്റെ പേര് അനീഷ എന്നാണ്. ഷൈജു അനുഷയും നല്ല കലാകാരന്മാരാട്ടോ. നല്ല 2 പേരിട്ടോ. നന്ദും ദേവശ്രീയും. ദേവനന്ദും ദേവശ്രീയും. ഏട്ടൻ ഏത് ക്ലാസ്സിലാ? ഏട്ടൻ 8ല്. ഏത് സ്കൂളാ? സരസ്വതി വിദ്യാനികേതൻ. സരസ്വതി വിദ്യാനികേതനിലാണ് ഏട്ടൻകുട്ടി പഠിക്കണത്. ഏട്ടൻ മിടുക്കനാണോ? ആ ഏട്ടന് വികൃതി ഉണ്ടോ? ഏട്ടൻ എന്നടിക്കുമ്പോ ഞാൻ തിരിച്ചടിക്കാം. അങ്ങനെയാ. അടിക്കല്ലേ ഏട്ടാന്നൊന്ന് പറഞ്ഞൂടെ? ആ എന്നാ പറഞ്ഞാലും അടിക്കൂ. എന്നാലും ഏട്ടന് ഇഷ്ടല്ലേ ഈ അനിയത്തിയോട് കുഞ്ഞാറ്റയോട്? ആ അച്ഛൻ അമ്മ ജോലിക്ക് പോകുന്നുണ്ടോ? ആ അപ്പൊ ഏട്ടൻകുട്ടിയല്ലേ നോക്കാനുള്ളത് നമ്മുടെ കുഞ്ഞാറ്റനെ. വീട്ടിലാരാ വേറെയുള്ളേ? അമ്മമ്മയോ ഞാനും ഏട്ടനോ അമ്മയും പപ്പയോ ഉള്ളേ. ഈ അമ്മമ്മ എപ്പോഴെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ടോ ദേവനന്ദിനെ കൊണ്ട്? ദേവനന്ദിന്റെ കുട്ടിപ്പേരെന്താ വീട്ടില്? നന്ദു. ഈ നന്ദൂട്ടിനെ കൊണ്ട് ഞാൻ മടുത്തു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ അമ്മമ്മ? ഇല്ല. അത്രയ്ക്കൊന്നും വികൃതി ഇല്ല. അപ്പം ഈ കുഞ്ഞാറ്റെ കൊണ്ട് ഞാൻ മടുത്തു എന്ന് അമ്മമ്മ പറയാറുണ്ടോ? ഇല്ല. അവ 2 കുട്ടികളും നല്ല കുട്ടികളാന്നേ. അമ്മമ്മേനൊന്നും വെറുപ്പിക്കാനൊന്നും പോകൂല. അമ്മമ്മേനെ സഹായിക്കോ? ആ ഞാന് ഇങ്ങനെ അടുക്കളയില് ചെറിയ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ സഹായിച്ചു. എന്തൊക്കെയാ ചെറിയ ചെറിയ സഹായങ്ങള്? ഉള്ളീന്റെ തോടൊക്കെ അങ്ങനെ മുറിച്ചെടുക്കോ. പിന്നെ കറി ഇളക്കാനൊക്കെ ഞാൻ സഹായിക്കൂ. പിന്നെ ഇടയ്ക്ക് അടിച്ചൊക്കെ വാരും. കറീന്റെ ഉപ്പ് നോക്കുവോ? ഈ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ അടുത്തിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുവോ? ഇല്ല. അപ്പം പൊള്ളൂലേ അല്ലേ? ഈ ഉള്ളിന്റെ തോല് പൊളിക്കുമ്പം നമ്മൾക്ക് നല്ല ചിരി വരും അല്ലേ? കണ്ണ് നനഞ്ഞിട്ടുണ്ട്. ഉള്ളിന്റെ തോല് പൊളിക്കുമ്പോ ആരെങ്കിലും ചിരിക്കോ അല്ലേ? അപ്പൊ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി പൊളിച്ചു കൊടുക്കൂ അല്ലേ? കണ്ണ് നനയും അറിഞ്ഞിട്ടും. ഇപ്പൊ നല്ല മോളാണ് കുഞ്ഞാറ്റ. ചില കുട്ടികൾ എങ്ങനെയാണെന്നറിയോ, ഇത് കുറച്ച് ബുദ്ധിമുട്ടും വിഷമമുള്ള പണിയെന്ന് അറിഞ്ഞാൽ അതങ്ങ് ചെയ്യാണ്ട് മാറ്റി വെക്കും. പക്ഷെ കുഞ്ഞാറ്റ അങ്ങനെയൊന്നുമല്ല. കണ്ണ് നനഞ്ഞാലും വേണ്ടില്ല, എനിക്ക് അമ്മമ്മേനെ ഉള്ളി പൊളിച്ച് സഹായിക്കണം എന്ന് വിചാരിക്കും അല്ലേ? നല്ല കുഞ്ഞാറ്റ. അപ്പൊ പിന്നെ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞാറ്റ എന്താ ചെയ്യാ? ഞാനും മോളൊന്ന് മുയലിനെ നോക്കൂ, കിളികളെ നോക്കൂ, മുയലിനെ പാട്ട് പാടി ഉറക്കൂ, കിളികളെ നോക്കൂ. മുയലും കിളികളും ഒക്കെ ഉണ്ട് വീട്ടില്? എത്ര മുയലുണ്ട്? 4. ഞങ്ങളെ വീട്ടില് ആണും പെണ്ണും. അതിൽ പെണ്ണ് പ്രസവിച്ചതാ. എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇപ്പം? ഇപ്പൊ 2 കുഞ്ഞുങ്ങളുണ്ട്. ആദ്യം 3 ഉണ്ട്. ഇനിയിപ്പോ 1 ചത്തുപോയി. അയ്യോ, എങ്ങനെയാ വാവേ? അറിയില്ല. അത് സാരല്ല. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് നല്ലപോലെ നോക്കാം അല്ലേ? പിന്നെ പക്ഷികൾ എന്തൊക്കെ പക്ഷികളാ ഉള്ളേ? പക്ഷികളിൽ ലവ് ബേർഡ്സ് ഉണ്ട്. ലവ് ബേർഡ്സ് എത്ര ഉണ്ട്? ലവ് ബേർഡ്സ് കുറെ ഉണ്ട്. 2 കൂടുതലുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആരാ ഭക്ഷണം കൊടുക്ക? എന്റെ പപ്പ. എന്താ തെനയാണോ? തെനയും കൊടുക്കും,
മല്ലിച്ചപ്പും പിന്നെ പനിക്കൂർക്കെല്ലാം കൊടുക്കും. മല്ലിച്ചപ്പ് കഴുകിയിട്ടൊക്കെ അല്ലേ കൊടുക്കുക? ആ വെള്ളത്തിലിട്ട് കഴുകി നന്നായിട്ട്. കാരണം മല്ലിച്ചപ്പിലൊക്കെ നമ്മൾ ഒരുപാട് ഇതൊക്കെ മരുന്നുകളൊക്കെ അടിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് കിട്ടുക എന്നാണ് നമ്മൾ പറയാറ് അല്ലേ? ആ അവർക്ക് പനിക്കൂർക്ക കൊടുക്കുമ്പം അവർക്ക് അസുഖങ്ങളൊക്കെ അങ്ങ് പോവുമായിരിക്കും അല്ലേ? ആ പേരുണ്ടോ നമ്മുടെ ലവ് ബേർഡ്സിന്? ഇല്ല. കുറേ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ എല്ലാത്തിനും പേര് വിളിക്കാൻ ബുദ്ധിമുട്ടാ അല്ലേ? ആ അവരെങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുക? അവരിങ്ങനെ കീക്കി അങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. നല്ല രസമല്ലേ അല്ലേ? പിന്നെ നമ്മുടെ മൊയിലുകുട്ടിക്ക് എന്തൊക്കെയാ ഭക്ഷണം കൊടുക്കുക? മുയൽക്കുട്ടിക്ക് പല്ലറ്റ്സ്, തവിടുപൊടി, പിന്നെ ചോളപ്പൊടി. ഇലകൾ എന്തേലും കൊടുക്കുവോ? ആ ക്യാരറ്റ് കൊടുക്കും, പിന്നെ പുല്ല്, ക്യാബേജ് അത് കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് വീടുകളിൽ ഇങ്ങനെ ലവ് ബേർഡ്സും മൊയലും ഇങ്ങനെയുള്ള പെറ്റ്സ് ഒക്കെ ഉള്ളപ്പോൾ നല്ല നേരം പോക്കാണ്. മാത്രമല്ല നമുക്ക് അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വെറുതെ വികൃതി കളിക്കാനും. ഇങ്ങനെ പല കുട്ടികളുണ്ടല്ലോ മൊബൈലിലൊക്കെ നോക്കിയിട്ട് ഒരുപാട് സമയം ഇരുന്നിട്ട് വാശിയും ശാഠ്യവും ദേഷ്യവും ഒക്കെ ഇങ്ങനെ പിടിക്കുന്നത്. മൊബൈൽ നോക്കണ്ടെന്ന് അച്ഛനും അമ്മയും പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. പക്ഷേ നമ്മുടെ വീട്ടിലൊരു ഇങ്ങനത്തെ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ കൂടെ ഒരുപാട് സമയം ഇരിക്കാമല്ലോ അല്ലേ? പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാട്ട് പാടാവോ? പാടൂ. കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയാം പാലിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, കരളിലെ ചോരയായി പാലിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു, ഹല്ലേലൂയാ ഹല്ലേലൂയാ, കാലിത്തോടുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. ഞാൻ ക്ലാപ്പ് ചെയ്തു. സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടല്ലോ, നന്നായി പാടി നമ്മുടെ കുഞ്ഞാറ്റ. പാട്ട് ഏത് ഓഫീസിലാ? അമ്മ ഞങ്ങളെ വീടിന്റെ കുറച്ചങ്ങോട്ട് പോയാൽ ഒരു ഗോഡൌൺ ഉണ്ട് പെയിന്റിന്റെ, അവിടെയാണ്. അവിടെയാണ്. സ്കൂളിലൊക്കെ നന്നായിട്ട് എല്ലാ വിഷയങ്ങളും നന്നായി പഠിച്ച് കുഞ്ഞിന് ആരാവണം? പഠിച്ച് 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 ടീച്ചറ്, ഡോക്ടറോ, പോലീസോ ആവും. ടീച്ചർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്, അല്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ പോലീസ് അല്ലേ? ഇതില് ഏതാവുമ്പോഴാ കൂടുതൽ സന്തോഷം? പോലീസ് ആവുമ്പോഴാ. കുഞ്ഞാറ്റ ഇപ്പൊ വലുതായിട്ട് ഒരു പോലീസ് ആണെന്ന് അങ്ങ് മനസ്സിൽ വിചാരിക്കുക. അപ്പൊ കുഞ്ഞാറ്റ എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ചെയ്യാൻ വിചാരിച്ചിരിക്കണേ? ഞാൻ നാട്ടുകാർക്ക് ഇവിടെ എന്തെങ്കിലും കള്ളന്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ച് ഒരു ജയിലിലിടുക, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. കുഞ്ഞാറ്റ ഇങ്ങനെ ഒരു ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോഴാണ് ഒരു വണ്ടി, ഒരു ആക്സിഡന്റ് ഉണ്ടാവണു. ഒരാളെ ഇടിച്ച് അവിടെ ഇട്ടിട്ട് അങ്ങ് പോയി, വണ്ടി നിർത്താണ്ട് പോയി. കുഞ്ഞാറ്റ എന്താ ചെയ്യാ? ഞാന് നിർത്താതെ പോകുന്ന ആളെ കണ്ടുപിടിച്ചിട്ട് അത് ജയിലിലിടും, പിന്നെ ഇടിച്ച ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കും. വെരി ഗുഡ്. പക്ഷെ തിരിച്ച് ആദ്യം ഒന്ന് പറഞ്ഞതെല്ലാം ശരി. ആദ്യം നമ്മളെ വണ്ടിയുടെ നമ്പറൊക്കെ നമുക്ക് പറ്റിയ നോട്ട് ചെയ്ത് വെക്കും. ആദ്യം ഇടിച്ച ആളെ കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കും. പിന്നെ നമ്മൾ മറ്റേ ഇടിച്ചിട്ടിട്ട് പോയ ആളുടെ മേലെ നിയമ നടപടികളൊക്കെ എടുക്കാനുള്ള വഴികൾ നോക്കും അല്ലേ? നല്ല മിടുക്കി കുഞ്ഞാറ്റയാണ്. ഇനി കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടപ്പെട്ട പോലീസ് അങ്ങനെ അങ്ങ് ആവാൻ പറ്റുന്നില്ല, ഡോക്ടർ ആവാണെങ്കിലോ? ചികിത്സയൊക്കെ നന്നായിട്ട് ചെയ്യണം, പിന്നെ എല്ലാ ചികിത്സയും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് എടുക്കണം, പിന്നെ ആ ചികിത്സ ചെയ്യുന്ന ആളെ ഒരു ആപത്തും പറ്റാതെ നോക്കണം. എനിക്ക് ഇത്രയും സന്തോഷിച്ചിട്ട് കുഞ്ഞാറ്റനെ കിലുക്കാമ്പെട്ടിയിലേക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ തോന്നുകയാണ് കേട്ടോ. തരുവാവോ? അനീഷോട് ചോദിച്ചു നോക്കിയാലോ ഈ കുഞ്ഞാറ്റ കുട്ടീനെ ഇങ്ങ് തരുമോന്ന്. ഇനി നല്ല ഡോക്ടർ, നല്ല പോലീസ്, ഇനി ഒരു ടീച്ചർ ആവുകയാണെങ്കിലോ? ഇപ്പം നമ്മുടെ കുഞ്ഞാറ്റ ടീച്ചറാണ് കേട്ടോ. അപ്പം ഒട്ടും പഠിക്കില്ല, ഭയങ്കര വികൃതിയാണ്. ആ കുട്ടിയുടെ മേലെ എങ്ങനെയായിരിക്കും ടീച്ചറുടെ ഒരു മനോഭാവം? മനോഭാവം എന്ന് പറയുകയാണെങ്കിൽ നല്ല കുട്ടികളാക്കൂ,
അവരൊക്കെ നന്നായി പഠിപ്പിക്കുവോ? വികൃതിനെ ചീത്ത പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റുവോ? നീ ഒരു കാലത്ത് നന്നാവില്ല എന്ന് പറയാണോ ചെയ്യാ? അല്ല. നല്ലത് ചൊല്ലി നല്ലതാക്കി കൊണ്ടുവരും അല്ലേ? അപ്പൊ ഞാൻ കുഞ്ഞാറ്റയ്ക്ക് 100-ൽ 100 മാർക്കും ഇട്ടു. കുഞ്ഞാറ്റ ഏത് ഫീൽഡിലെത്തിയാലും കുഞ്ഞാറ്റ ഒന്നാമതായിരിക്കും. കുഞ്ഞാറ്റ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയുടെ വീട്ടിലെല്ലാരോടും അന്വേഷണം പറയണം. അമ്മമ്മയുടെ പേരെന്താ? അമ്മമ്മയുടെ പേര് സാവിത്രി. അപ്പൊ സാവിത്രി അമ്മമ്മോട് അന്വേഷണം പറയണം കേട്ടോ. ഇത്രയും നല്ല സ്വഭാവമൊക്കെ ആക്കി കുഞ്ഞാറ്റനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാവിത്രി അമ്മമ്മയ്ക്ക് നല്ലൊരു റോൾ ഉണ്ടാവും അല്ലേ? അപ്പൊ ദേവനന്ദനോടും ഒരു ഹായ് പറയണം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ ബൈ, സീ യു മോളെ. ഓക്കെ. കൂട്ടിലിളം കിളി കുഞ്ഞാറ്റ കിളി കൂടും വെടിഞ്ഞിട്ട് പോവല്ലേ, കൂട്ടിനു കിട്ടിയ സോഴനെ വിട്ടി കുഞ്ഞാറ്റ കിളി പോവില്ല.